കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥയാണ്. ഇന്നലത്തെ സംഭവങ്ങളെ തുടർച്ചയെന്ന വണ്ണം ഇന്ന് അവിടെ ഒരു വലിയ സമ്മേളനം UDF വിളിച്ചിരുന്നു. അതിന് മുന്നോടിയായിട്ട് സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് ഇടപെട്ടതാണെന്ന് അറിയില്ല. എന്തായാലും ഇന്നലത്തെ സംഭവത്തിലാണ് ഷാഫി പറമ്പിലിന് പോലീസിൻ്റെ ലാത്തിയടിയിൽ പരിക്കേൽക്കുകയും ഇപ്പോൾ ഷാഫി പറമ്പിൽ ആശുപത്രിയിലാണുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെയൊക്കെ പലയിടങ്ങളിലും വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചും UDF പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധ മാർച്ചും അത് പോലീസുമായി ഏറ്റുമുട്ടുന്ന നിലയിലേക്കൊക്കെ പോകുന്നത് കണ്ടാണ്. വീണ്ടും ഇന്നലെ അക്രമ സംഭവങ്ങൾ അരങ്ങേറി അല്ലെങ്കിൽ സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ തന്നെ വീണ്ടും അവിടെ ബസ് സ്റ്റാൻഡിലാണ് ഈ പ്രശ്നമെന്ന് തോന്നുന്നു. എന്താണ് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് 3 മണിക്ക് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളായി. ഷഹീദ്, എന്താ സംഭവിക്കുന്നത്? ദിവിഷ്, പേരാമ്പ്ര ടൗണിൽ ഇപ്പോൾ പോലീസും കോൺഗ്രസ് UDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ 2 ദിവസമായി പേരാമ്പ്ര ടൗണിൽ സംഘർഷാവസ്ഥയായിരുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് UDFന്റെ പ്രതിഷേധ സംഗമം പേരാമ്പ്ര ടൗണിൽ നടക്കുകയാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വേദിയിലുണ്ട്. അതിനിടെയാണ് പെട്ടെന്ന് ഈ പോലീസുമായി ചെറിയ വാക്കുതർക്കം പ്രവർത്തനം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോലീസുമായുള്ള ഒരു വാക്കുതർക്കവും കയ്യാങ്കളിയുമാണ് പിന്നീട് പരസ്യ ഏറ്റുമുട്ടലിലേക്കും ലാത്തിചാർജിലേക്കും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ പോലീസുമായി ഇപ്പോൾ ഒരു വാക്കുതർക്കത്തിലേക്ക് പ്രവർത്തകർ പോകുന്നു. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് അകാരണമായി ഏകപക്ഷീയമായി കോൺഗ്രസ് UDF പ്രവർത്തകരെ ആക്രമിച്ചു, മർദ്ദിച്ചു എന്നൊരു ആരോപണം പ്രവർത്തകർക്കിടയിലുണ്ട്. അത് വൈകാരികമായി പ്രവർത്തകർ ഉന്നയിക്കുന്നുമുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണം അല്ലെങ്കിൽ അതിന്റെ ഒരു വൈകാരിക പ്രകടനം എന്ന രീതിയിലാണ് പ്രവർത്തകർ പോലീസുമായി അങ്ങനെ ഒരു വാക്കുതർക്കത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പ്രാദേശിക നേതാക്കന്മാർ ഇടപെട്ട് ശ്രമിക്കുന്നുണ്ട്. പോലീസുമായി ഇപ്പോഴും വാക്കുതർക്കം തുടരുകയാണ്. ഇവിടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് ഈ പൊതുയോഗം നടക്കുന്നത്. ബസ്സുകളെല്ലാം പിറകിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പോലീസുമായി ഇത്തരത്തിലൊരു വാക്കേറ്റവും ഒന്നുന്നുള്ളതുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഘർഷത്തിന് വാക്കുതർക്കത്തിനൊക്കെ അല്പം മായ്വ് വന്നിട്ടുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് ഈ പരിപാടി പ്രതിഷേധ സംഗമം വിജയിപ്പിക്കാൻ നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ദിനേശ്, അല്ലെ, ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയില്ലേ? ഇപ്പോൾ ഇന്നലത്തെ സംഭവമൊക്കെ രാത്രി ഏറെ വൈകിയാണ് വല്ലാത്ത അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രവർത്തകരെ അങ്ങനെ ഒരു നിയന്ത്രണം വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ നേതാക്കളുടെ ഒരു ഇടപെടലുണ്ടോ? ശരി, ദിവിഷ്, സമാനമായിരുന്നു ഇന്നലെയും. UDFന്റെ പ്രവർത്തകർ റോട്ടിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ പോലീസ് തടയുകയായിരുന്നു. സമീപത്ത് LDF പ്രവർത്തകരുണ്ടായിരുന്നു. സംഘർഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ഒരു വിശദീകരണം നൽകിയാണ് പോലീസ് അത് തടഞ്ഞത്. അതിനെതിരെ പ്രവർത്തകർ ഏറെ നേരം റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും സംഘർഷം കൂടുതൽ വ്യാപിക്കുകയും വലിയ സംഘർഷത്തിലേക്ക് പോവുകയും MP-ക്ക് ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഇന്ന് കൂടുതൽ പ്രവർത്തകർ നേതാക്കന്മാർക്ക് നേരത്തെ പറഞ്ഞത് വലിയ അത്തരം ഒരു സംഘർഷാന്തരീക്ഷം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഇന്ന് നടക്കുക. പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന ഈ പോലീസ് അതിക്രമത്തിനെതിരെയുള്ള പ്രതിഷേധ സംഗമമാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ, K രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ എല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിഷേധ സംഗമം, കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന പോലീസ് അതിക്രമത്തിലുള്ള പ്രതിഷേധം, ജനരോഷം, UDF പ്രവർത്തകരുടെ രോഷം, അത് വലിയ സംഗമമായി ഇവിടെ അറിയിക്കുക എന്നുള്ളതായിരിക്കും പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് പറഞ്ഞത്. പക്ഷേ വൈകാരികമായി പ്രതികരിക്കുന്ന പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ സ്വാഭാവികമായും ഇവിടേക്ക് എത്തേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഈ സ്റ്റാൻഡിന്റെ ഏറെക്കുറെ ഒരു ഭാഗം നിറഞ്ഞു കവിയുന്ന രീതിയിൽ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. പേരാമ്പ്ര ടൗണിൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ പ്രവർത്തകർ എത്തുകയും ചെയ്യും. നേതാക്കന്മാർ ഇവരെ പ്രവർത്തകരെ ഇടപെട്ട് ശാന്തരാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നേതാക്കന്മാർ ഇപ്പോ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നേതാക്കളൊക്കെ പറഞ്ഞത് ഈ ചോര കാട്ടി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലുടനീളം പലയിടത്തും കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. ഇന്ന് നടക്കുന്ന പ്രതിഷേധത്തിലും ഈ MP-ക്ക് പോലീസ് മർദ്ദനമേറ്റു എന്നതിനെ ലീഡ് ചെയ്തുകൊണ്ടാണോ പ്രതിഷേധം, അതോ ശബരിമല വിഷയം ഉയർത്തുന്നുണ്ടോ അതിനൊപ്പം? അതിന് MP-ക്കെതിരെയുള്ള പോലീസ് അതിക്രമം, UDF വിജയം, പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ UDF CKG കോളേജിൽ യൂണിയൻ ചെയർമാനായി UDF KSU പ്രവർത്തകൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. അത്തരം വിജയങ്ങളെ അട്ടിമറിക്കാനുള്ള CPM-ന്റെ LDF-ന്റെ ശ്രമമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MP-യുടെ എതിരെ ആക്രമണമുണ്ട്. ഒപ്പം തന്നെയാണ് ഈ അക്രമങ്ങളെല്ലാം ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ട് UDF-ന് അക്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ സ്വർണ്ണ
ശബരിമല സ്വർണ്ണ വിവാദമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടി കൈയുണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന സ്വർണം കാണാതായ സംഭവത്തിന്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനും മറച്ചു വെക്കാനും വേണ്ടി കൂടിയാണ് ഇങ്ങനെ പോലീസിനെ കയറി ഓടിവിട്ട് UDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമൊക്കെ നേതാക്കന്മാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് നിയന്ത്രിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തൂടെ പോലീസുമായി പ്രവർത്തകർ പോലീസിന്റെ കൂക്കി വിളിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണുള്ളത്. കൂടുതൽ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ കൈവിട്ടു പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പേരാമ്പ്രയിൽ നിന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ബസ്സുകൾ ഇടയിലൂടെ പ്രവർത്തകർ നിറഞ്ഞിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിനെതിരെ പ്രവർത്തകർ വാക്കേറ്റവും മുദ്രാവാക്യം വിളികളും ഒക്കെ തുടരുകയാണ്. രവീഷ്, പേരാമ്പ്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും പേരാമ്പ്രയാണ് സംഘർഷത്തിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രമായി മാറിയത്. അവിടുത്തെ പ്രതിഷേധത്തിലാണ് ഷാഫി പറമ്പലിന് പരിക്കേൽക്കുന്ന സ്ഥിതിക്കുണ്ടായത്. ഇന്ന് അതിലൊക്കെയുള്ള ഒരു വിശദീകരണവും അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടുള്ളൊരു പൊതുസമ്മേളനമാണ് UDF പ്ലാൻ ചെയ്തത്. അവിടെയും പക്ഷേ പോലീസുമായുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു എന്നതാണ്. എന്തായാലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകർ ഒരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ പരിധിവിടുന്ന നിലയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കരുതുന്നു. നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോലീസും ഒക്കെ ഉള്ള ഒരു സംസാരത്തിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ഷഹീദ്, എത്ര സമയം വരെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതിന് ശേഷം വല്ല പ്രകടനങ്ങളൊക്കെ ഉണ്ടോ? ഈ പ്രകടനം ഉണ്ടെങ്കിലാണല്ലോ പ്രശ്നം. ഈ കൂട്ടം ചേരുമ്പോൾ പിന്നെ ആളുകൾക്ക് ആവേശവും കയറും. അപ്പോൾ എന്തെങ്കിലും ഇതിന് ശേഷം വല്ല പ്രതിഷേധ പ്രകടനങ്ങളുണ്ടോ? ദിവിഷ്, പ്രതിഷേധ പ്രകടനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് പ്രകടനമായി എത്തുമെന്ന് അറിയിച്ചു, പക്ഷെ അതും ഒഴിവാക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിനകത്തുള്ള നേരത്തെ ഉടലെടുത്ത സംഘർഷാന്തരീക്ഷം, പോലീസുമായുള്ള വാക്കേറ്റവും ബഹളവും ഒക്കെ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ ഏറെക്കുറെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് അവിടെ നിന്നും പിന്തിരിപ്പിച്ച് പൊതുയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ, അതിന്റെ ഭാഗത്തേക്ക് തന്നെ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഏറെക്കുറെ മാറ്റാനുള്ള ശ്രമം വിജയിച്ചിട്ടുണ്ട്. പ്രവർത്തി ഭാഗത്ത് നിന്ന് നീങ്ങിയിട്ടുണ്ട്. പോലീസും അങ്ങനെ നേരിട്ട് പോലീസുമായുള്ള ഒരു സംഘർഷത്തിലേക്കുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഏതായാലും ശരി, ഷഹീദ്, എന്തായാലും ഷഹീദിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം.